9 കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം. 7 മണിക്ക് മുമ്പാണോ ഒരുപാട് പണി. 7-നും 9-നും ഇടയിൽ കുടുംബത്തിൽ ഒരു പ്രാർത്ഥന വേണം. ഇന്ന് പഴയകാല അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ പ്രാർത്ഥനയുടെ പതിവ് നമ്മളെ പഠിപ്പിച്ചു. ഇന്നത് മാറി. ഇന്ന് സീരിയലിൻ്റെ ലോകം ഇന്ന് കടന്നു വരാൻ തുടങ്ങി. കുടുംബത്തിലൊക്കെ സിനിമയും സീരിയലും പ്രാർത്ഥനയ്ക്ക് പകരം സ്ഥാനം പിടിക്കാൻ തുടങ്ങി. ചില പെണ്ണുങ്ങളെ കാണാം വൈകിട്ട് 5 മണിയാകുമ്പം കുളിച്ച് തോർത്തി കാച്ചിക്കാവ് പൊഴിഞ്ഞതുപോലെ മുടി പൊക്കി കെട്ടി അതിനകത്ത് ഞണ്ട്, തേള്, പഴുതാര, ആമ, കൊടക്കമ്പി, വിറകൂള്, ഇരുമ്പ് കമ്പി, ആപ്പ് ഇതും കുത്തി കയറ്റി നെഞ്ചിന് കുറുകെ ഒരു ടർക്കിറ്റവരിട്ട് ഒറ്റ ഇരിപ്പാണ്. കാരണം 6 മണി മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഏഷ്യാനെറ്റ് കണ്ണുനീര്, കൈരളി കണ്ണുനീര്, സൂര്യ കണ്ണുനീര്, ഒരുപാട് പേരെ കാണാം. ഈയിടെ കണ്ടു ഒരു സ്ത്രീ അയൽപക്കത്തെ പിള്ളേർക്കെല്ലാം ലഡു വിതരണം ചെയ്തു. ഞാൻ ചോദിച്ചു, ആരുടെയും ബർത്ത്ഡേ ആണോ? അല്ല. പിന്നെയോ? സീരിയലിൽ കഴിഞ്ഞ 2 വർഷം ഗർഭിണിയായ ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു. അതിൻ്റെ സന്തോഷത്തിനാണ് ആൻറ്റിയുടെ ലഡു നാട്ടുകാർക്ക് കൊടുക്കുക. അപ്പം കുടുംബം ഈ പ്രാർത്ഥനാന്തരീക്ഷം വാങ്ങുന്ന കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബനാഥൻ പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുന്നത് വടക്കം വീരകാതലെ പോലെ തരക്കിട്ടവൽ കയറ്റി കൊടുത്ത് സോപ്പ് പതച്ച് ദേഹം നനച്ച് ഒറ്റ വരവ. ഞാൻ ചോദിച്ചാൽ അതെന്താ? പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, ഇത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, ജോസഫ് അച്ഛന് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെ വെച്ചാടാ മമ്മി ടി വിയിൽ തെറ്റിച്ച് പോയപ്പം അച്ഛൻ തെന്നി പോകുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുടുംബങ്ങൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. ദൈവാനുഗ്രഹം കുടുംബത്തിൽ വരണമെങ്കിൽ. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. കുടുംബത്തിൽ അനുഗ്രഹം വേണോ? പ്രായമായ കാരണവന്മാരെ നമ്മൾ ബഹുമാനിക്കണം. പ്രായമായ അപ്പനും അമ്മയും ഉണ്ടോ? അവരെ ചെറുപ്പക്കാരായ ദമ്പതികൾ മക്കളും മരുമക്കളും ബഹുമാനിക്കണം, ആദരിക്കണം. ഇന്ന് പല കുടുംബത്തിലും അപ്പനോട് മിണ്ടാൻ മക്കൾക്ക് സമയമില്ല. എൻ്റെ അപ്പൻ്റെ കണ്ണ് കാണുകയല്ലെന്നും പറഞ്ഞ് ദൂരക്കൂടെ മാറിപ്പോകുന്നവർ, അമ്മയുടെ ചെവി കേൾക്കുകയല്ലെന്നും പറഞ്ഞ് അകന്നു പോകുന്നവർ. ഇവിടെയാണ് അന്ത്യവിധി ഈ ലോക ജീവിതത്തിൻ്റെ വെളിച്ചത്തില. എൻ്റെ അന്ത്യവിധി ഒരു വൈദികനെന്ന രീതിയിൽ എൻ്റെ ശുശ്രൂഷയുടെ വെളിച്ചത്തില. കുടുംബജീവിതക്കാരുടെ അന്ത്യവിധി മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിൻ്റെ വെളിച്ചത്തില. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെ വാക്യങ്ങൾ. അന്ത്യവിധിയിൽ ക്രിസ്തു ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ. മത്തായി 25-ന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. 1, എനിക്ക് വിശന്നു ദാഹിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നോ പാനീയം തന്നോ? നമ്മൾ പറയോ സഭയുടെ ധർമ്മക്കാരെ പോരുന്ന കേന്ദ്രം, ആകാശ പറവകൾ, എത്രയോ അനാഥ മന്ദിരങ്ങൾ, അവിടെയൊക്കെ ഭക്ഷണവും പാനീയവും കൊടുത്തു. ദൈവം പറയും ഓക്കെ. പക്ഷെ അതിന് 2ാം സ്ഥാനമേ ഉള്ളൂ. മോനെ മോളെ, നിൻ്റെ പെരയ്ക്കകത്ത് അപ്പാ എന്ന വിളി കേൾക്കാൻ, അമ്മേ എന്ന വിളി കേൾക്കാൻ എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു. നീ എനിക്ക് സ്നേഹത്തിൻ്റെ ഭക്ഷണം തന്നോ, സ്നേഹത്തിൻ്റെ പാനീയം തന്നോ? തന്നെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. ഒരമ്മച്ചി പറഞ്ഞാ എനിക്ക് 3 ആൺമക്കൾ, 2 ആൺമക്കൾ ബ്ലൗസിനുള്ള തുണി എടുത്തു തന്നു, 4 എണ്ണം തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇളയവൻ ബാങ്കിലെ അറ്റൻഡറാ, അവൻ്റെ കൈ കൊണ്ട് റേഷൻ തുണി കൊണ്ടോ JK തുണി കൊണ്ടോ ഒരു ബ്ലൗസ് കൂടെ തുന്നിയിട്ടിട്ട് മരിച്ചാൽ മതി എന്ന കൊതി. വസ്ത്രമില്ലാഞ്ഞിട്ടല്ല, ഒരു പ്രായമാകുമ്പോൾ മക്കളുടെ കൈ കൊണ്ട് കിട്ടാൻ അപ്പനും അമ്മയ്ക്കും ഉണ്ട് ആഗ്രഹം, ഒരു കൊതി. ആ ചെറുപ്പക്കാരോർക്കണം, എനിക്ക് വിശന്നു ദാഹിച്ചു, സ്നേഹത്തിൻ്റെ ഭക്ഷണം തന്നോ, സ്നേഹത്തിൻ്റെ പാനീയം തന്നോ? തന്നെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. 2, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ? രോഗാവസ്ഥയിൽ പ്രായമായ ഒരു വല്യപ്പനോ വല്യമ്മയോ അപ്പനോ അമ്മയോ ഉണ്ടോ? അവർക്ക് കൊടുക്കേണ്ട കരുതൽ. പട്ടക്കാരെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കണം. സഭയിലെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ചെല്ലണം. അവർക്ക് തോന്നണം എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ലെങ്കിലും സഭ എൻ്റെ ചുറ്റും എൻ്റെ വീട്ടിലുമുണ്ട്. ഈ കരുതൽ ശ്രദ്ധ. ഇടയ്ക്കിടയ്ക്ക് മൂളി ഒന്ന് കേൾക്കണം, മൂളി കേൾക്കാനായിട്ട് പഠിക്കണം. അവർക്ക് പറയാനുള്ളത് ഒരു പക്ഷേ 81-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം മാത്രമാണ്. എന്നാലും പിന്നെയും അത് മൂളി കേൾക്കണം. അത്രയും ചെയ്യണം. കണ്ണ് കാണാത്ത അപ്പന് തൊടാവുന്ന ദൂരത്തിരുന്ന് കൊടുക്കണം. ചെവി കേൾക്കാത്ത അമ്മയോട് തൊണ്ട പൊട്ടുന്ന പോലെ കൊച്ചുമക്കളെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കണം. വെറുതെ മൂളാൻ പഠിക്കണം. ചില മൂളുന്നത് കേട്ടാൽ തന്നെ രസമാണ്. പൊമറേനിയം പറ്റി കുരയ്ക്കുന്ന പോലെ ചില ആൾക്കാരുടെ മൂളല്. യാ എന്തോ ഒരു മൂളല.
ഒരുത്തൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 4 വർഷം കൂടി പ്രായമുള്ള അമ്മയുടെ അടുക്ക് വന്നിരിക്കുക. അമ്മ പറഞ്ഞു, മോനെ പിത്തം കഫം ചുമ കൊര, അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം. അമ്മ പറഞ്ഞു, യാ 80 വയസ്സാകുമ്പോൾ അങ്ങനെയൊക്കെ യാ. അമ്മയ്ക്ക് ചൊറിഞ്ഞ് കയറി ഈ യാ. അമ്മ പറഞ്ഞു, മോനെ അതൊക്കെ പോട്ടെ, എല്ലാ മാസവും 850 രൂപയുടെ കുഴമ്പും കഷായവും ഗുളികയും അമ്മയ്ക്ക് വേണം. അമ്മ പറഞ്ഞു, യാ ഞാൻ അയച്ചു തരുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് വീണ്ടും അരിശം. ഒക്കെ പോട്ടെ മോനെ, അമ്മയുടെ പഴയ സാരിയും ബ്ലൗസും കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി ഒന്നുമല്ല മോനെ, പഴയ പെരേലിയാണ് അത് വെട്ടി ദൂരെ കളഞ്ഞത്. അപ്പോൾ സംസാരത്തിൽ മൂളാനും കേൾക്കാനും സമയം കണ്ടെത്തണം, അത്രയേലും സമയം കണ്ടെത്തണം. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. 3, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ. എന്താണ് നഗ്നത? നാണം കെട്ട അവസ്ഥ. പ്രായമായ അപ്പനും അമ്മയ്ക്കും മക്കളോട് ജീവിക്കുമ്പം നാണക്കേട് തോന്നരുത്. ഞങ്ങൾ മരിച്ചാൽ മതിയായിരുന്നു, ഞങ്ങളുടെ സാന്നിധ്യം മോനും മോൻ്റെ ഭാര്യയ്ക്കും ഒരു ശല്യമാണ്. ആ രീതിയിലുള്ള ചിന്ത ഒരിക്കലും പ്രായമായ മാതാപിതാക്കൾക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട് കൊടുക്കരുത്. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ പെമ്മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ അപ്പനും അമ്മയും അന്വേഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം, കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ ജോലിയും ശമ്പളവും വീടിൻ്റെ മുഴുപ്പൊന്നുമല്ല. ആദ്യം അന്വേഷിക്കേണ്ടത്, എൻ്റെ പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ 7 തലമുറകൾക്കിടയിൽ വെള്ളം കിട്ടാതെ നീറി മരിച്ച ഒരപ്പനുണ്ടോ അമ്മയുണ്ടോ? 7ാം തലമുറ വരെ ആ വീട് ശപിക്കപ്പെട്ടതാണ്. ഇന്ന് നല്ല മനുഷ്യരാണ്, പക്ഷെ 1000 കിട്ടിയാൽ 5000 മരുന്നിന് പോകുന്നു. കയ്യിൽ എന്നാ കിട്ടിയാലും കൈക്കൊരു ഓട്ട. നാൽക്കാലികൾ വാഴുന്നില്ല, പക്ഷികൾക്ക് വസന്ത. ചെല്ലുമ്പോഴാ നീറി മരിച്ച അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര് തലമുറകളിൽ ഒരു കുടുംബത്തിൽ കിടപ്പുണ്ട്. അങ്ങനെ ഉണ്ടാകരുത്. പ്രായമായ മാതാപിതാക്കൾക്ക് ശ്രദ്ധയും പരിഗണനയും കരുതലും കൊടുക്കുക. ഞാൻ നഗ്നനായിരുന്നു, ഉടുപ്പിച്ചോ. 4, ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നു. ആരാ പരദേശി? ബീഹാർ, ബംഗാൾ, ഒറീസ എന്ന് പണി അന്വേഷിച്ച് ഇവിടെ വന്നവരല്ല പരദേശി. പരദേശി തിരുവനന്തപുരത്തെ നിങ്ങളുടെ പെരയ്ക്കകത്താണ് പരദേശി, നിങ്ങളുടെ വീടിനകത്താണ് പരദേശി. മുഴുത്ത വീടുകൾ നമ്മൾ പണ്ട് തീർന്നു. തിരുവനന്തപുരത്തൊക്കെ കാണാം ഉന്നത വലിയ കെട്ടിടങ്ങൾ. അന്തേവാസി 2 പല്ലി, 3 അരണ, ഒരു ഓന്ത്, വാതുകളൊരു പട്ടി, കയറെ പൊങ്ങി തൂങ്ങി നത്തുപോലെ കുത്തിയിരിക്കുന്ന അപ്പൻ അമ്മ. ആകെ ഇത്രയേ ഉള്ളൂ. എന്തു മുഴുത്ത വീടാ. ആ വീട്ടിൽ ഒരു പരദേശി അമ്മയുണ്ട്, ഒരു പരദേശി അപ്പനുണ്ട്. കല്യാണം കഴിച്ച മോന് അപ്പനും വേണ്ട അമ്മയും വേണ്ട, അവനെ മെമ്പർനോത്തി മാത്രം മതി. ചില പൊട്ടന്മാർ കെട്ടിയാൽ പിന്നെ ഇങ്ങനെ, ചില അവന്മാർ ഭാര്യയെ എഴുന്നേറ്റുകൊണ്ട് പോകുന്ന കണ്ടാൽ തോന്നും എന്തോ തോരണം കെട്ടി അലങ്കരിക്കാൻ കൊടിമരവും പൊക്കിക്കൊണ്ട് പോകണമല്ല. ലോകത്തൊരു പെണ്ണുങ്ങൾക്കും ഇല്ലാത്ത ഏതാണ്ട് എക്സ്ട്രാ അവയവങ്ങൾ അവൻ്റെ അവക്കയുണ്ടെന്ന് തോന്നും. ഇതിന് കൊണ്ടുവന്ന കാണാം. കല്യാണം കഴിച്ച് അമ്മയും വേണ്ട അപ്പനും വേണ്ട. കെട്ടി വന്ന ചില പെണ്ണുമുണ്ട്, 3-ാം ദിവസം അമ്മ ഔട്ട്. ഇവിടാണ് അടുക്കളയുടെ അധികാരി അവളായിട്ട് മാറി. ആ വീടാണ് ശാപമേൽക്കുന്ന കുടുംബങ്ങൾ. മാതാപിതാക്കൾ പരദേശികളായി മാറരുത്. കുടുംബത്തിൽ അമ്മ അപ്പൻ പരദേശിയാകരുത്. മലയാളത്തിന് പ്രിയപ്പെട്ട കവി ശ്രീകുമാരൻ തമ്പി വർഷങ്ങൾക്ക് മുമ്പ് മോഹിനിയാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി. സ്വന്തം എന്ന പദത്തിനെന്തർത്ഥം, ബന്ധം എന്ന പദത്തിനെന്തർത്ഥം? സ്വന്തങ്ങൾ, ബന്ധങ്ങൾ വെറും ജലരേഖകൾ. ഒരിക്കലും കുടുംബത്തിൽ മാതാപിതാക്കൾ മാറിപ്പോകരുത്, അകന്നു പോകരുത്. ഒരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു അപ്പന് 85 വയസ്സ്, തൊലിയെല്ലാം പൊട്ടിക്കിടക്കുന്നു. പ്രായമായ 80കാരി അമ്മ മരുന്ന് പുരട്ടുന്നു, നോക്കുന്നു, ശുശ്രൂഷിക്കുന്നു, കരിയാൻ പൊടിമരുന്ന് ഇട്ടുകൊടുക്കുന്നു. 3 കെടാമുട്ടന്മാർ ആൺപിള്ളേർ, അവന്മാരും അമ്മയുടെ ഭാര്യമാരും ആ നാട്ടിൽ തന്നെ താമസിക്കുന്നു. പക്ഷേ 3 പേർക്കും അപ്പനെ നോക്കാൻ മടി. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ 3 അവന്മാർ മുറിയിൽ നിന്ന് മാറുകയില്ല, അപ്പൻ്റെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, വാദപ്പടിയെന്ന് പൊങ്ങത്തുമില്ല. ആൾക്കാർ ചോദിച്ചു അമ്മയോട്, കാര്യമായി വീതം വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവർക്ക് ഈ മാനസാന്തരം. അമ്മ പറഞ്ഞു, ഒരു വീതവും കൊടുക്കാമെന്ന് പറഞ്ഞില്ല. ഞാൻ 3 മാസം മുമ്പ് ഒരു ടെക്നിക്ക് കാണിച്ചു, അതിൻ്റെ ഫലമാണ്. എന്താ കാണിച്ചത്? അപ്പനെ നോക്കാൻ വേണ്ടി സുന്ദരിയായ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് ഞാനിവിടെ നിർത്തി. പിന്നെ ഇവന്മാർ മുറിയിൽ നിന്ന് പോകത്തുമില്ല, കട്ടിൽ നിന്ന് എഴുന്നേക്കത്തുമില്ല, വാദപ്പടി കടക്കത്തുമില്ല. സ്വന്തം അപ്പനെ അമ്മയെ നോക്കണമെങ്കിൽ ഒരു ഹോം നേഴ്സിൻ്റെ ബോണസും കൂടെ വേണം ചില കുടുംബങ്ങളിൽ. അപ്പനും അമ്മയെന്ന് പറഞ്ഞാൽ വീട്ടുമുറ്റത്തെ മാവാണ്. വീടിൻ്റെ മുറ്റത്തൊരു മാവ് നിൽക്കുമ്പോൾ മാവിൻ്റെ വില ആരും അറിയുകയില്ല. പക്ഷെ പിന്നീടൊരു കാറ്റത്ത് മാവ് ഒടിഞ്ഞു വീണു. മാവ് ഒടിഞ്ഞു വീണപ്പോഴാണ് മാവ് മറച്ചു പിടിച്ച് ആകാശം എത്ര വലുതെന്ന് പിടികിട്ടിയത്. മാവ് തടഞ്ഞ ചൂടുകാറ്റ് എത്ര വലുതെന്ന് പിടികിട്ടിയത്. മാവ് ശുദ്ധീകരിച്ച വായു എത്ര ധന്യമെന്ന് പിടികിട്ടിയത് മാവ് ഒടിഞ്ഞു വീണപ്പോഴാണ്.
അപ്പനും അമ്മയും കട്ടിൽ പുഴുവിനെ പോലെ കിടക്കട്ടെ. ആ കാലത്ത് വിലയേറിയില്ല. പക്ഷെ രണ്ടുപേരും മരിച്ചാലോ അഡ്രസ്സ് മാറി. എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്, എൻ്റെ അനുജൻ്റെ വീട്, എൻ്റെ പെങ്ങളുടെ വീട്. മാതാപിതാക്കൾ പരദേശികളാകരുത്. ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ തലമുറകളുടെ ഭാഗ്യം വരും. 5, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഞാൻ അടുത്ത് ചെന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് എൻ്റെ വീട് എൻ്റെ അപ്പനും അമ്മയ്ക്കും ജയിലാണ്. പൂജപ്പുര ജയിലെന്നല്ല, അത് വീട് എന്ന ജയിലായിട്ട് എൻ്റെ വീട് മാറും. അടുക്ക ചെന്നാലോ ആ ജയിൽ ഗൃഹമായിട്ട് മാറും. ചെന്നില്ലെങ്കിൽ ഗൃഹം കാരാഗൃഹമായിട്ട് മാറും. പണ്ട് കാലത്ത് നമ്മളെയൊക്കെ പഠിപ്പിച്ച പാരമ്പര്യം വല്യപ്പനെയും വല്യമ്മയൊക്കെ സ്നേഹിച്ച് അവരിൽ നിന്നും പാഠം പഠിക്കണം. എൻ്റെ അമ്മ വീട് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്താണ്. എല്ലാ അവധിക്കാലത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ട് അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ വല്യമ്മച്ചി ഉഴുന്നുവട പോലത്തെ കുണുക്ക്, പാവയ്ക്കാവട്ടം പോലുള്ള കാത്, കൈനീളൻ ചട്ട, തെരണ്ടിപാല് പോലെ അടുക്കിട്ട പഴയ മുണ്ട്, ഒരാഴ്ച കൂട്ടിയ തോരൻ്റെയും ചാറിൻ്റെയും തിരിശേഷിപ്പും വെറ്റക്കരയുടെ തുപ്പലും പൊട്ടുപോലെ ആ ചട്ടയിലുണ്ട്. കാണുമ്പം ചിരിക്കും. എൻ്റെ അമ്മ വെറ്റ, പുകല, അടയ്ക്ക, ചുണ്ണാമ്പ് തരും. ഇടിക്കടാ. ഞാൻ ഇടിച്ചിടിച്ച് ഉരുട്ടി അവലോസുണ്ട പോലെ ആക്കും. അതെൻ്റെ വല്യമ്മച്ചിയുടെ പല്ലില്ലാത്ത മോണിലേക്ക് തള്ളി കയറ്റും. വല്യമ്മച്ചി അത് വായി വെച്ചിട്ട് ഒരു ഞെക്ക്, ഒരമക്ക്, ഒരു പീച്ച്, ഒരു തുപ്പ്. അവലോസുണ്ട വായി വെക്കുന്നു, ചോരവെള്ളം പുറത്തേക്ക് തുപ്പുന്നു. ഞാനോർത്ത് അത്ഭുത വല്യമ്മച്ചി. എൻ്റെ അമ്മയ്ക്കും പ്രായമാകുമ്പോൾ ഇതുപോലെ ഇടിച്ചു കൊടുക്കണം, പണ്ട് പഠിപ്പിച്ച പാഠം. ഇന്നോ പ്രായമായ കാരണവന്മാരെ തുപ്പൽ പറ്റിയാൽ കരപ്പൻ, കെട്ടിപ്പിടിച്ചാൽ ചൊറി, ശ്വാസം മുട്ടിയാൽ TV, ഇങ്ങനെ അകറ്റുന്ന ലോകമാണ്. ഇവിടെയാണ് മാതാപിതാക്കൾക്ക് വീട് ജയിലാകരുത്. നമ്മുടെ സാന്നിധ്യം കൊണ്ട് ആ കാരാഗൃഹം ഗൃഹമാക്കി മാറ്റണം. ഞാൻ ഞങ്ങളുടെ സഭയിലെ അച്ഛന്മാരുടെ ഒരു സെമിനാറിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ഷെവലിയർ സാറിന് ഒരു പ്രൊഫസറെ കൊണ്ടുവന്നു. അദ്ദേഹം ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു, അച്ഛന്മാരായ നിങ്ങളുടെ അപ്പവും വീഞ്ഞും എടുത്ത് ബലിയർപ്പിക്കുന്ന കരങ്ങളേക്കാൾ പരിശുദ്ധമാണ് വൃദ്ധനായൻ്റെ ചുളിവ് വീണ ഈ കൈകൾ. വാർദ്ധക്യത്തിൽ തളർന്നു കിടന്ന എൻ്റെ അപ്പൻ്റെ മലമൂത്രങ്ങൾ 2 വർഷക്കാലം എൻ്റെ കൈ കൊണ്ട് വൃത്തിയാക്കിയതാണ്. എൻ്റെ അപ്പനെ വൃത്തിയാക്കിയ കൈകൾ അച്ഛന്മാരുടെ ബലിയർപ്പിക്കുന്ന കൈകളേക്കാൾ പരിശുദ്ധമാണ്. ഇത് ഒരു കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാട്, ഒരു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട്. ഇന്ന് പല രീതികൾ. 75 വയസ്സുള്ള വല്യപ്പൻ ചാരികസയിലെ കാര്യം നീട്ടി പത്രം വായിച്ചിരിക്കുന്നു. വല്യപ്പൻ പത്രം വായിക്കുമ്പോൾ 7 വയസ്സുള്ള കൊച്ചുമോൻ പറഞ്ഞു, വല്യപ്പ കണ്ണാടി ഊരിയിട്ട് കണ്ണൊന്ന് അടയ്ക്കാവോ? വല്യപ്പൻ ചോദിച്ചു, കളിക്കാനാണ്? കണ്ണടച്ചാൽ പറയാം. പത്രവായന കഴിയട്ടടാ, ഞാൻ കണ്ണടയ്ക്കാം. 1/2 മണിക്കൂർ പത്രം വായിച്ചു. വല്യപ്പൻ കണ്ണടച്ചു. ഇനി പാടാൻ നമുക്ക് കളിക്കാം. അവൻ ചെന്നു. അവൻ്റെ വല്യപ്പൻ്റെ കണ്ണെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ശരിക്കും അടച്ചല്ലേ? അടച്ചു. ഓ, ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നത്. അതെന്നാടാ? എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറയാനേ കേൾക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ. നമ്മൾ പറയുന്ന വാക്കുകൾ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നു. നമ്മുടെ വാക്കുകളും പദപ്രയോഗങ്ങളും കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇവിടെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക. അപ്പോൾ 1, ദൈവമായ കർത്താവ് ഒരുവൻ, മറ്റൊരു ദൈവം വീട്ടിലുണ്ടാകരുത്. 2, ദൈവത്തിൻ്റെ നാമം പാഴായി ഉപയോഗിക്കരുത്. 3, മാതാപിതാക്കളെ ബഹുമാനിക്കണം. 4, കൊല്ലരുത്. എന്താണ് കൊല്ലരുത്? ഉദരത്തിൽ ഉരുവായ ശിശുവിനെ ഒരിക്കലും നശിപ്പിക്കരുത്. ഭ്രൂണഹത്യ മാരകമായ പാപമാണ്. ജീവൻ തന്ന ദൈവത്തിന് ജീവനെടുക്കാൻ അവകാശമുള്ളൂ. ഡൊണാൾഡ് ട്രംപ് എന്ത് വിവരക്കേട് വിളിച്ചു പറഞ്ഞാലും ദൈവാനുഗ്രഹമുള്ള മനുഷ്യനാണ്. അവസാനം അയാളുടെ ഭാഗമാണ് ജയിച്ചു വരുള്ളൂ. കാരണം അദ്ദേഹം പ്രസിഡൻ്റായി പിറ്റേ ദിവസം ആദ്യം ഒപ്പിട്ട ഫയൽ അമേരിക്കയിലെ അബോർഷൻ ക്ലിനിക്കുകൾ ക്ലോസ് ചെയ്യാനാണ്. 2ാമത്തെ തീരുമാനം, അബോർഷന് വേണ്ടി ലോകത്ത് എവിടെല്ലാം ഫണ്ട് കൊടുക്കുന്നോ ആ ഫണ്ടിങ് ഏജൻസിയെ അദ്ദേഹം മരവിപ്പിച്ചു. ജീവൻ്റെ വിലയെ, ജീവൻ്റെ മൂല്യത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. അതിന് ദൈവാനുഗ്രഹമുണ്ട്. എന്തെല്ലാം പോരായ്മയുണ്ടെങ്കിലും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പം ജീവൻ തന്ന ജെറമിയ പ്രവചനം 1:5, പ്രൊഫറ്റ് ജെറമിയ ചാപ്റ്റർ 1 വേഴ്സ് 5. അവിടെയാണ് പറയുക, നിന്റെ മാതാവിന് ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ്, തിരഞ്ഞെടുത്തതാണ്. ജീവൻ തന്ന ദൈവത്തിനെ ജീവനെടുക്കാൻ അവകാശമുള്ളൂ. വേറെ ആർക്കും ഈ ഭൂമിയിൽ ഒരവകാശം ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ ജീവൻ്റെ വില അത് അബോർഷൻ നടത്തരുന്ന അങ്ങനെ വല്ല തിന്മകളും പറ്റും. നമുക്ക് എവിടെയെങ്കിലും സംഭവിച്ചു പോയാൽ
ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് സൗകര്യം പൈസ മുടക്കി ചെയ്തു കൊടുത്ത് ഒതുക്കത്തിൽ പരിഹാരം ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കണം. അല്ലെ അങ്ങനെയുള്ള കുടുംബത്തിലെ മക്കളുടെ മേൽ ഒരു ശാപത്തിൻ്റെ വാൾ എന്നും ആടിക്കൊണ്ടിരിക്കും. കൊല്ലരുത്. കൊല്ലരുതെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടെയുണ്ട്. ജീവിക്കാൻ അനുവദിക്കണം. ജീവിക്കാൻ അനുവദിക്കണം. കൃത്രിമ ജനനം നിന്നുള്ള വഴികളിലൂടെ മക്കളുടെ ജന്മത്തിൻ്റെ വഴികളും വാതായനങ്ങളും അടയ്ക്കുന്നത് സഭ പഠിപ്പിക്കും, തെറ്റാണ്. സഭ പഠിപ്പിക്കും, അത് തെറ്റാണ്. മക്കളെ നോക്കാൻ കഴിവുള്ളവർക്ക് പരമാവധി മക്കളുണ്ടാകണം. അത് ദൈവനിശ്ചയമാണ്. ഞാൻ ദുബായിൽ ധ്യാനിപ്പിക്കുമ്പോൾ സ്വർണ്ണക്കടക്കാരൻ ജോയി ആലൂക്ക ധ്യാനിക്കാം. അപ്പോൾ ജോയി പറഞ്ഞു, അച്ഛാ 18 മക്കളിൽ ഞാൻ 13ാമത്തേതാണ്. ദൈവം ഞങ്ങളെല്ലാവരെയും പോറ്റി വളർത്തി, കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ ഓരോരുത്തരും. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തെ ദൈവം ഇത്രയും വളർത്തിക്കൊണ്ടുവന്നു. ജീവിതത്തിൽ തമ്പുരാൻ തരുന്ന കുടുംബങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക, ഒരു കുടുംബത്തിൽ 4-5 പിള്ളേരെങ്കിലും വേണമെന്ന തമ്പുരാൻ്റെ തീരുമാനം. മക്കളെ നോക്കാൻ കഴിവുണ്ടായിട്ടും പോറ്റാൻ പണമുണ്ടായിട്ടും 1 മതി 2 മതി എന്നും പറഞ്ഞ് മനഃപൂർവ്വം നിയന്ത്രിച്ചാൽ ദൈവം 1നെക്കൊണ്ട് 10ൻ്റെ പ്രകടനം കാഴ്ചവെപ്പിക്കും. ഇന്ന് കാണുന്ന കാഴ്ച അതല്ലേ. പണ്ട് 10 മക്കളെ നോക്കുന്ന കഷ്ടമാണ്, ഇന്ന് ഒരെണ്ണത്തെ പോറ്റിക്കൊണ്ട് വരാനായിട്ട്. ഇപ്പം ലോകം നമ്മളെ പഠിപ്പിക്കുന്നു, മക്കൾ വേണം, സഭയിൽ മക്കൾ വേണം. തന്നെ മിടുക്കനും മിടുക്കിയും ഉണ്ടാകുന്നത് ഒരു 3-4 എണ്ണം കഴിയുമ്പോഴാണ്. 4ാമത്തേതാണ് മദർ തെരേസ, 5ാമത്തേതാണ് ടെൻഡുൽക്കർ, 7ാമത്തേതാണ് അബ്ദുൽ കലാം, 14ാമത്തേതാണ് ടാഗോർ. തിരുവനന്തപുരത്തെ നിങ്ങളുടെ വരയ്ക്കകത്ത് ഒരു ടാഗോർ ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും അടച്ചു കളയരുത്.